ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് കൺഫ്രണ്ടിങ് മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സോ കൺഫ്രണ്ടിങ് മാർജിനലൈസേഷൻ. എന്താ മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല തരത്തിലുള്ള മാർജിനലൈസേഷൻസ് ഉണ്ട് അല്ലെ. കാസ്റ്റിന്റെ ബേസിസില്, റിലീജിയന്റെ ബേസിസില്, അങ്ങനെ പല തരത്തിലുള്ള മാർജിനലൈസേഷൻ, എക്കണോമിയുടെ ബേസിസില് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കൺഫ്രണ്ടിങ് മാർജിനലൈസേഷൻ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ ഇൻവോക്കിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താ മക്കളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ, നമുക്ക് കിട്ടുന്ന മൗലിക അവകാശങ്ങളാണ് അല്ലെ. ഒരു വ്യക്തിക്ക് നമ്മുടെ ദേശം, നമ്മുടെ രാജ്യം അനുവദിച്ചു തരുന്ന അവകാശങ്ങളുണ്ട് അല്ലെ. ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മസ്റ്റായിട്ടും കിട്ടിയിരിക്കേണ്ട അവകാശങ്ങളുണ്ട്. അതിനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. സോ the Constitution lays down the principles that make our society and polity democratic. They are defined in and through the list of fundamental rights that are an important part of the Constitution. അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷനില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ്. These rights are available to all Indians equally. ഈ റൈറ്റ് അല്ലെ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഈക്വൽ ആയിട്ട് കിട്ടാനുള്ള ഒരു റൈറ്റ് ആണ്. ഈക്വലി ഓൾ ഇന്ത്യൻസ് അല്ലെ, എല്ലാ ആൾക്കാർക്കും കിട്ടണം. As far as the marginalized are concerned, they have drawn on these rights in two ways. Marginalized peopleനെ സംബന്ധിച്ചിടത്തോളം first, by insisting on their fundamental rights, they have forced the government to recognize the injustice done to them. അല്ലെ, മാർജിനലൈസ്ഡ് പീപ്പിളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒത്തിരി ഇൻജസ്റ്റിസസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഇൻജസ്റ്റിസ് അല്ലെ. അവർ തൊടാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കുറെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതുപോലെ തന്നെ ട്രൈബൽസ് അല്ലെ. അപ്പം ഇവർക്കൊക്കെ എന്താണ് വളരെ മോശമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു അല്ലെ. ഇന്ത്യയിലാണെങ്കിലും അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു, കേരളത്തില് ഉണ്ടായിരുന്നു അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, കാസ്റ്റിനെ അപ്പർ കാസ്റ്റ് എന്നും ലോവർ കാസ്റ്റ് എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരെ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാലേ എല്ലാവരും മനുഷ്യന്മാരല്ലേ. അപ്പം എല്ലാവരും മനുഷ്യന്മാരായിരിക്കുന്ന സമയത്ത് അവിടെ കാസ്റ്റിന്റെ പേരിൽ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എത്രത്തോളം മോശമാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ അങ്ങനെ ഒരു ഇൻജസ്റ്റിസ് അവരെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ്, they have insisted that the government enforce these laws. In some instances, the struggles of the marginalized have influenced the government to frame new laws in keeping with the spirit of the fundamental rights. അപ്പം അവർക്ക് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ ഗവൺമെന്റ് ഇനി പുതിയൊരു നിയമം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ലോസ് ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർമേഷൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ലോസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ എല്ലാ ആൾക്കാർക്കും വേണ്ട ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടാനുള്ള അധികാരം എല്ലാ ഇന്ത്യൻ ജനതയ്ക്കും ഉണ്ട്. ആർട്ടിക്കിൾ 17 നമ്പർ ഓർത്ത് വെക്കണേ. ആർട്ടിക്കിൾ 17 ആണ്, ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് untouchability has been abolished. അൺടച്ചബിലിറ്റി പാടില്ല അല്ലെ. untouchability has been abolished. ഏതാണ്? ആർട്ടിക്കിൾ 17 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. What does this mean? എന്താണ് അർത്ഥമാക്കുന്നത്? untouchability has been abolished എന്ന് പറഞ്ഞു കഴിഞ്ഞാല് no one can henceforth prevent Dalits from educating themselves, entering temples, using public facilities, etc. ഓക്കെ, എന്താണ് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ, ദളിത് വിഭാഗങ്ങളുണ്ട് അല്ലെ, ദളിതരായിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ദളിത് കാറ്റഗറിക്ക് അല്ലെ അവർക്ക് പബ്ലിക് ഫെസിലിറ്റീസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു പബ്ലിക് വെല്ല്, ഒരു പൊതു കിണറുണ്ടെന്ന് വിചാരിച്ചോ, അവർക്ക് ആ കിണറിന്ന് വെള്ളം എടുക്കാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അമ്പലങ്ങളുണ്ട്, ദളിത് വിഭാഗത്തിന് അമ്പലത്തിൽ കയറാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ വേറെന്താണ്,
അവർക്ക് അവർ എഡ്യൂക്കേഷൻ പാടില്ല അല്ലെ, അവർക്ക് വിദ്യാഭ്യാസം അല്ലെ, സ്കൂളിൽ ഇരുന്നിട്ട് വിദ്യാഭ്യാസം പാടില്ല എന്നുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം മാറ്റാം അല്ലെ. ദാറ്റ് ഈസ് untouchability has been abolished. It also means that it is wrong to practice untouchability and that this practice will not be tolerated by the democratic government. എന്താണ് അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല അല്ലെ, അവര് ഞങ്ങളെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല എന്നൊന്നും പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന സിസ്റ്റം അനുവദിക്കുകയില്ല. And in fact, untouchability is a punishable crime now. ഇപ്പോ അത് ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് അൺടച്ചബിലിറ്റി അല്ലെ, അത് വേറൊരു എന്താണ് ദളിത് കാറ്റഗറിയാണ്, അല്ലെങ്കിൽ അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, ഷെഡ്യൂൾഡ് ട്രൈബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സൊസൈറ്റിയിൽ അൺടച്ചബിലിറ്റിയുടെ എന്തെങ്കിലും പൊട്ടോ പൊടിയോ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് സംഭവിക്കുക, അത് എന്താണ്, അത് വലിയൊരു പണിഷ്മെന്റ് കിട്ടുന്ന അത്രയും ക്രൈമാണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും കാസ്റ്റിന്റെ ബേസിസിൽ ഒരു വിവേചനം സ്കൂളിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കാസ്റ്റിന്റെ ബേസിസിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ മാർജിനലൈസേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാടില്ല അല്ലെ. There are other sections of the Constitution that help to strengthen the argument against untouchability. അപ്പം വേറെയും കുറെ സെഷൻസ് ഉണ്ട്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സ്ട്രെങ്തൻ ചെയ്യുന്ന കുറച്ച് ആർട്ടിക്കിൾസ് വേറെയും ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ആർട്ടിക്കിൾ 15. ഓക്കെ, Article 15 of the Constitution notes that no citizen of India shall be discriminated against on the basis of religion, race, caste, sex or place of birth. എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത്? ആർട്ടിക്കിൾ 17 എന്തായിരുന്നു? Untouchability has been abolished. ആർട്ടിക്കിൾ 15 എന്താണ്? ആർട്ടിക്കിൾ 15 പറയുന്നത് no citizen of India shall be discriminated against the basis of അല്ലെ, അയാളുടെ മതം ഇതാണ്, അയാളുടെ ജാതി ഇതാണ്, അതുകൊണ്ട് നമ്മൾ കൂട്ടാൻ പാടില്ല, അല്ലെങ്കിൽ അയാളുടെ കളർ ഇതാണ്, അല്ലെങ്കിൽ റേസ് ഇതാണ്, അദ്ദേഹത്തിന്റെ സെക്സ് ഇതാണ്, അദ്ദേഹത്തിന്റെ പ്ലേസ് ഓഫ് ബർത്ത് ഇതാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. This has been used by the Dalits to seek equality where it has been denied to them. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ അല്ലെ, അവരുടെ റേസിന്റെ പേരിൽ, അവരുടെ പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിൽ, അവരുടെ റിലീജിയൻ, അവരുടെ ബിലീഫിന്റെ ബേസിസിൽ ഒന്നും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഈ ഒരു ആർട്ടിക്കിളിന്റെ ബേസിസിലാണ് ദളിറ്റ്സ് ഈക്വാലിറ്റി, എവിടെയെങ്കിലും അവർക്ക് ഈക്വാലിറ്റി നിഷേധിക്കപ്പെടുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ആർട്ടിക്കിൾ 15 വെച്ചുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. Therefore, Dalits can invoke or draw on fundamental rights in situations where they feel that they have been treated badly by some individual or community or even by the government. അല്ലെ, ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെയോ അല്ലെ അവർക്ക് എതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ അവർക്കൊരു ഇക്വാലിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആർട്ടിക്കിൾ 15 കൊടുക്കുന്നുണ്ട്. And they have drawn the attention of the government of India to the Constitution, demanding that the government abide by it and do justice to them. അല്ലെ, അവർക്ക് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. And likewise, other minority groups have drawn the fundamental rights section of our Constitution. They have particularly drawn upon the right to freedom of religion and cultural and educational rights. അല്ലെ, right to freedom of religion and cultural and educational rights. അല്ലെ, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം അല്ലെ, എല്ലാ ആൾക്കാരെയും പോലെ തന്നെയാണ് ദളിറ്റ്സ്
ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെ, മനുഷ്യന്മാരാണ് അല്ലെ. ആരുടെ ശരീരത്തിൽ നമ്മുടെ മനുഷ്യന്മാരാണ് എല്ലാ ആൾക്കാരും. ആരുടെ ശരീരത്തിലും കുത്തി നോവിച്ചു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ബ്ലഡ് തന്നെയാണല്ലേ വരുന്നത്. വേറെ എന്തെങ്കിലും സാധനമാണോ വരുന്നത്? ദളിത്സിന്റെ ശരീരത്തിൽ വേറെ എന്തെങ്കിലും ആണോ? ബ്ലഡ് തന്നെയല്ലേ ഉള്ളിലുള്ളത്. ഈവൻ നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ O നെഗറ്റീവ്, O പോസിറ്റീവ്, V പോസിറ്റീവ് ബ്ലഡിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന സമയത്ത് അവൻ ദളിതാണ്, അവന്റെ ബ്ലഡ് വേണ്ടാന്ന് ആരെങ്കിലും പറയോ? ഇല്ല അല്ലെ. ജീവൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ ഒരു കാറ്റഗറി അങ്ങനെ വെക്കാനേ പാടില്ല അല്ലെ. എല്ലാ ആൾക്കാരും മനുഷ്യന്മാരാണ്. അപ്പൊ അവിടെ നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല അല്ലെ, എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിൽ വെക്കാം. In the case of cultural and educational rights, distinct cultural and religious groups like the Muslims and Parsis have the right to be the guardians of the content of their culture, as well as the right to make decisions on how best this content is to be preserved. അപ്പം പല കാറ്റഗറി അല്ലെ, റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ കണ്ടന്റ്സ് അല്ലെ, അവര് വിശ്വസിക്കുന്ന കണ്ടന്റ്സ്, അത് ഇപ്പൊ മുസ്ലിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാർസീസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ എന്താണ്, അവര് വിശ്വസിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അത് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെ. അവർക്ക് അവരുടെ ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രചരിപ്പിക്കാനും അവർക്കത് പഠിപ്പിച്ചെടുക്കാനും ഒക്കെ ഉള്ള ഒരു സിസ്റ്റം നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് അവരുടെ കണ്ടന്റിനെ അവർക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും പറ്റും. ദസ് ബൈ ഗ്രാൻഡിങ് ഡിഫറെന്റ് ഫോംസ് ഓഫ് അല്ലെ, മദ്രസ ഒക്കെ ഉണ്ട് അല്ലെ. മദ്രസയിൽ എന്താ അങ്ങനത്തെ ക്രിസ്ത്യൻ സ്കൂൾസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെ വേദപാഠങ്ങൾ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോ ആൾക്കാരുടെയും വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു റൈറ്റ് അല്ലെ. എല്ലാ ആൾക്കാരെയും എല്ലാ വിശ്വാസങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്യം വെക്കുന്നുള്ളത്. So, thus, by granting different forms of cultural rights, the Constitution tries to ensure cultural justice to such group. അല്ലെ, അവരുടെ ഒരു കൾച്ചർ അവർക്ക് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഒക്കെ കൊടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. And the Constitution does this so that the culture of these groups is not dominated nor wiped out by culture of the majority community. ഇപ്പം അവരുടെ കൾച്ചർ അവർക്ക് അത് പ്രിസർവ് ചെയ്ത് വെക്കാം. അത് വേറൊരു മെജോറിറ്റി, ഇപ്പം ഇന്ത്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിംസിന്റെ എണ്ണം കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പം എന്താണ്, മെജോറിറ്റി ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു റിലീജിയൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഭാഗം വന്നിട്ട് മൈനോറിറ്റി ആയിട്ട് അല്ലെ എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാരെ വന്നിട്ട് സപ്രസ് ചെയ്യാനൊന്നും ഇന്ത്യയില് നിയമം അനുവദിക്കുന്നില്ല. എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള അല്ലെ എല്ലാ കൾച്ചേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു യൂണിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് അല്ലെ. സോ ലോസ് ഫോർ ദി മാർജിനലൈസ്ഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാർജിനലൈസ്ഡ് പീപ്പിളിന് വേണ്ടിയിട്ട് അല്ലെ, സൊസൈറ്റിയിൽ നിന്ന് മാർജിനലൈസേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത്. ഈവൻ ദോ ദ ഗവൺമെന്റ് മേക്സ് ലോസ് ടു പ്രൊട്ടക്ട് its citizens, this is not the only way in which it takes action. There are specific laws and policies for the marginalized in our country. അല്ലെ, നമ്മുടെ കൺട്രിയില് മാർജിനലൈസ്ഡ് പീപ്പിളിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് അല്ലെ, അവര് ഒരിക്കലും മാർജിനലൈസ്ഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല നിയമങ്ങളും ഉണ്ട്. And there are policies or schemes that emerge through other means like setting up a committee or undertaking a survey etc. അല്ലെ, ഒരു കമ്മിറ്റി സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പല കാര്യത്തില് ആ ആൾക്കാരുടെ പ്രശ്നങ്ങളും ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. The government then makes an effort to promote such policies in order to give opportunity to specific group. ഇപ്പം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മാർജിനലൈസേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു അല്ലെ, എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാനുള്ള റൈറ്റ് ഇല്ല, സ്കൂളിൽ പോവാം അല്ലെങ്കിൽ പബ്ലിക് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം കാലം അവരെപ്പോഴും മാർജിനലൈസ് തന്നെ ആയിരിക്കും അല്ലെ. ഇനി അവർക്ക് സ്കൂളിൽ പോകാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്, അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവര് മാർജിനലൈസ്, അവര് പുറത്താക്കപ്പെടില്ല അല്ലെ, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയില്ല. അവർക്ക് സൊസൈറ്റിയിൽ ഒരാളായിട്ട് തന്നെ ഒരു സെയിം ഈക്വൽ റൈറ്റോട് കൂടി ജീവിക്കാനുള്ള
ഒരു ചാൻസ് അവിടെ കിട്ടുന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പ്രൊമോട്ടിങ് സോഷ്യൽ ജസ്റ്റിസ്, അവർക്ക് സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഓൾ തിങ്സ് ദ ഗവൺമെന്റ് ഡസ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? As part of their effort to implement the constitution, both state and central governments create specific schemes. Schemes-കളുണ്ട് for implementation in tribal areas or in areas that have a high Dalit population. അപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതത് സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റും ഓരോരോ പോളിസീസും സ്കീംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഗവൺമെന്റ് പ്രൊവൈഡ്സ് ഫുഡ് ഫ്രീ ഓർ സബ്സിഡൈസ്ഡ് ഹോസ്റ്റൽസ്, അല്ലെ? ചില കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെ? കാരണം ഹോസ്റ്റൽ ഫീസ് ഒന്നും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റൽസ് ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെ? മാർജിനലൈസേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഉള്ളത് കൊണ്ടാണ് ഗവൺമെന്റിന് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് എക്കണോമിക്കലി അവർ വീക്ക് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കും? അവർക്ക് ഹോസ്റ്റൽസ് ഫീസ് ഫ്രീ ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സിഡി കൊടുക്കും, അല്ലെ? എന്തെങ്കിലും ഒരു ഇളവ് കുറച്ചിട്ട് കൊടുക്കും, പൈസയൊക്കെ കുറച്ചിട്ട് കൊടുക്കും. ഫോർ സ്റ്റുഡൻസ് ഓഫ് ദളിത് ആൻഡ് ആദിവാസി കമ്മ്യൂണിറ്റീസ് സോ ദാറ്റ് they can avail of education facilities that may not be available in their localities. അങ്ങനെ ഹോസ്റ്റലില് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സബ്സിഡി ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്താണ്, അവർക്ക് അവരുടെ നാട്ടില് ഇത്രയും ഫെസിലിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പം ആ എഡ്യൂക്കേഷൻ എക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സ്ഥലത്ത് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ in addition to providing certain facilities, the government also operates through laws to ensure that, അപ്പം സ്കീംസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്തുമുണ്ട്? നിയമങ്ങളുമുണ്ട്. to ensure that concrete steps are taken to end inequality in the system. One such law or policy is the reservation policy. എന്താണ് റിസർവേഷൻ പോളിസി? എന്താ റിസർവേഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? റിസർവേഷൻ ഉണ്ട്, സീറ്റ് റിസർവേഷൻ അല്ലെങ്കിൽ സീറ്റ് സംവരണം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ബേസിക്കലി ആക്ച്വലി റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ട്രെയിനിലൊക്കെ സീറ്റ് റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെ? എന്തിനാണ്? അല്ലെങ്കിൽ ബസ്സിൽ നമ്മൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്താ അത് ചെയ്യുന്നത്? നമ്മളുടെ സീറ്റ് അവിടെ ഉറപ്പിച്ചു വെക്കുകയാണ്, അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഒരു റിസർവേഷൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സീറ്റ് എന്റെയാണ്, അല്ലെ? ആ സീറ്റിൽ വേറെ ആർക്കും ഇരിക്കാൻ പറ്റില്ല, ആ സീറ്റ് എന്റെയാണ്. അപ്പം അവിടെ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ എന്താണ് ഇവിടെയും അങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് സീറ്റ് അവിടെ ഫിക്സ് ചെയ്ത് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവർ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് മാർക്ക് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റ് അവർക്ക് കൊടുക്കണം, അല്ലെ? അപ്പം ആ ഒരു റിസർവേഷൻ വരുന്ന സമയത്ത് എന്താണ്, മെജോറിറ്റി കയറി അവിടെ ഇരിക്കത്തില്ല, അല്ലെ? അപ്പൊ മൈനോറിറ്റിക്കും കൂടി അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി ഒരു അവസരം കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് അവിടെ ഉള്ളത്. ഓക്കെ, സോ one such law or policy is the reservation policy that today is both significant and highly contentious. The laws which reserve seats in education and government employment, വിദ്യാഭ്യാസത്തിന്റെ കേസിൽ എഡ്യൂക്കേഷനിലുമുണ്ട് അതുപോലെ തന്നെ ജോലിയിലുമുണ്ട്, അല്ലെ? ജോലിയിലുമുണ്ട് റിസർവേഷൻ വരുന്നുണ്ട് ഫോർ ദളിത്സ് ആൻഡ് ആദിവാസീസ്, അല്ലെ? ദളിത്സും ആദിവാസീസിലൊക്കെ റിസർവേഷൻ വരുന്നുണ്ട്. ആർ ബേസ്ഡ് ഓൺ എന്തിന്റെ ബേസിസിലാണ് റിസർവേഷൻ കൊടുക്കുന്നത്? an important argument that in a society like ours where for centuries sections of the population have been denied opportunities to learn and to work in order to develop new skills or vocations, a democratic government need to step in and assist these sections, അല്ലെ?
ഒരുപാട് കാലം അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയായിരുന്നു അല്ലെ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് ഗവൺമെന്റ് ഇറങ്ങി വന്നിട്ട് അല്ലെ, ഗവൺമെന്റ് നേരിട്ട് അവർക്ക് വേണ്ട അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസർവേഷൻ സ്കീം അല്ലെങ്കിൽ പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിലാണെങ്കിലും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലും റിസർവേഷൻസ് കൊടുത്തിട്ടുണ്ട് ദളിത്സ് ആൻഡ് ആദിവാസീസിന് വേണ്ടിയിട്ട്. ആൻഡ് how does the reservation policy work? എങ്ങനെയാണ് റിസർവേഷൻ പോളിസി നടക്കുന്നത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് എന്താണ്? Governments across India have their own list of scheduled caste or Dalits, scheduled tribes and backward and most backward caste. Okay, അപ്പം ഇന്ത്യയിലെ ഓരോ ഗവൺമെന്റ് എടുത്തു, അതായത് ഓരോ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റിന്റെ കയ്യിലും ഓരോ ആൾക്കാരുടെയും ദളിതായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ബാക്ക്വേർഡ് കാസ്റ്റ്, അതിന്റെ മോസ്റ്റ് ബാക്ക്വേർഡ് കാസ്റ്റ്, അങ്ങനെ ഓരോ ഗവൺമെന്റിന്റെ കയ്യിലും അതിന്റെ ഡാറ്റാസ് ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലും എന്തുണ്ട് അല്ലെ, ഫുൾ കൺട്രിയിലുള്ള ആൾക്കാരുടെ എന്താണ് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. ആൻഡ് സ്റ്റുഡൻസ് അപ്ലൈയിങ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദോസ് അപ്ലൈയിങ് ഫോർ പോസ്റ്റ് ഇൻ ഗവൺമെന്റ് ആർ എക്സ്പെക്ടഡ് ടു ഫർണിഷ് പ്രൂഫ് ഓഫ് ദെയർ കാസ്റ്റ് ഓർ ട്രൈബ് സ്റ്റാറ്റസ്. അപ്പം ഏതെങ്കിലും സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ അല്ലെ ഈ ഒരു ബാക്ക്വേർഡ് കാസ്റ്റിൽ നിന്ന്, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നോ, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെ ദളിറ്റ്സ് എന്നൊക്കെ ആൾക്കാര് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം, അവര് ഫർണിഷ് പ്രൂഫ് ഓഫ് ദിയർ കാസ്റ്റ് ഓർ ട്രൈബ് സ്റ്റാറ്റസ്, അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് അല്ലെ, അവര് ഏത് ജാതിയാണെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അവര് കൊടുക്കണം. ഇൻ ദ ഫോം ഓഫ് കാസ്റ്റ് ആൻഡ് ട്രൈബ് സർട്ടിഫിക്കറ്റ്സ് അല്ലെ, അവരൊരു ഗവൺമെന്റ് എംപ്ലോയിനെ കൊണ്ട് എന്ത് ചെയ്യിക്കണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെ, ഞാൻ ഇന്ന കാസ്റ്റില് ബിലോങ്ങിങ് ടു ദിസ് കാസ്റ്റ് എന്ന രീതിയിൽ ഒരു സർട്ടിഫൈ ചെയ്ത് കിട്ടണം. മെനി ഗവൺമെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് also ask for candidates to mention their caste or tribe status. അപ്പം ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, കുട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവരുടെ കാസ്റ്റ് സ്റ്റാറ്റസ് ചോദിച്ചു വെക്കാറുണ്ട് അല്ലെ. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളംസ് ഒക്കെ ഫിൽ ചെയ്യാനുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാസ്റ്റ് അടക്കമായിരിക്കും അതിനകത്ത് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. ആൻഡ് if a particular Dalit caste or a certain tribe is on the government list, then candidate from that caste or tribe can avail of the benefit of reservation. അപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ദളിത് ആ കാസ്റ്റിൽ അല്ലെ ഗവൺമെന്റ് ലിസ്റ്റിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കാസ്റ്റ് റിലേറ്റ് ചെയ്ത് കിട്ടുന്ന ഇളവുകൾക്ക് ആ കുട്ടി എന്തായിരിക്കും, അർഹയായിരിക്കും. ആൻഡ് avail the benefit of reservation. അപ്പൊ ആ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻ ആ കുട്ടിക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഫോർ അഡ്മിഷൻ ടു കോളേജസ്, ഇനി കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സജസ് മെഡിക്കൽ കോളേജസ്, ഗവൺമെന്റ് എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്യും. അതായത് കോളേജ് അഡ്മിഷൻ ഇപ്പം മെഡിക്കൽ ഡിഗ്രീസ് അല്ലെ, MBBS ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഏതൊരു മെഡിക്കൽ ഡിഗ്രി ആണെങ്കിലും ഈ പ്രൊഫഷണൽ കോളേജസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അഡ്മിഷൻ എടുക്കാൻ സമയത്ത് കാസ്റ്റ് ബേസിസിൽ ഒരു റാങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം അതിൽ റിസർവേഷൻസ് ഉണ്ട്. അപ്പൊ കാസ്റ്റിന്റെ ബേസിസിൽ റിസർവേഷൻ വരും, കുറച്ച് സീറ്റുകൾ അങ്ങനെ വെക്കും. അപ്പം എല്ലാ ആൾക്കാർക്കും അപ്പം ആ എഴുതുന്ന പരീക്ഷകളിൽ അല്ലെ, എക്സാം എഴുതിയിട്ടാണല്ലോ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്, ആ എഴുതുന്ന പരീക്ഷകളിൽ ഒരു പർട്ടിക്കുലർ കാസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും അങ്ങ് സീറ്റ് കൊടുക്കുമോ? അതായത് ദളിത്തിലുള്ള ആൾക്കാരാണ് ഫുൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കുക എന്നുള്ളതല്ല റിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിഭാഗത്തിൽ പെട്ട, ആ മാർജിനലൈസ്ഡ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാര് ഗുഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒരു കട്ട് ഓഫ് വെക്കും. ആ കട്ട് ഓഫ് മാർക്ക് ക്രോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റിസർവേഷനിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അല്ലാതെ ഒട്ടും പഠിക്കാത്ത ആൾക്കാർക്ക് സീറ്റുകൾ കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ആയിരിക്കും അഡ്മിഷൻ കൊടുക്കുന്നുണ്ടാവുക. സോ ഫോർ അഡ്മിഷൻ ടു കോളേജസ്, especially to institutes of professional education such as medical colleges, governments define a set of cut-off marks. This means that not all Dalit and tribal candidates can qualify for admission, but only only those who have done reasonably well and secured marks above the cut off point. അല്ലെ, ഗവൺമെന്റ് ഒരു കട്ട് ഓഫ് പോയിന്റ് വെച്ചിട്ടുണ്ടാവും. ആ കട്ട് ഓഫ് പോയിന്റ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? അഡ്മിഷൻ കിട്ടുകയുള്ളൂ. Government also offer special scholarships for these students. ഇനി അങ്ങനെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എക്കണോമിക്കലി അവർ അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നും അല്ല വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? അങ്ങനത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, മാർജിനലൈസ്ഡ് ആയിട്ട് സൊസൈറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? പിന്നീട് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് എന്തും കൂടെ കൊടുക്കും? സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ ഗവൺമെന്റ് അവൈലബിൾ ആക്കും. അതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മാർജിനലൈസ്ഡ് പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് ദളിറ്റ്സ് ആൻഡ് ആദിവാസീസ്. ദളിറ്റ്സിന്റെയും ആദിവാസീസിന്റെയും റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെന്ത് നിയമങ്ങളാണ് ഉള്ളതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. In addition to policies, our country also has specific laws. അല്ലെ, നമ്മുടെ കൺട്രിയില് സ്പെസിഫിക് ആയിട്ടുള്ള ലോസ് ഉണ്ട് ദാറ്റ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അല്ലെ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നിയമങ്ങൾ. Let us read the following case study adapted from a real life account. കേട്ടോ മക്കളെ, റിയൽ ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദളിറ്റ്സ് യൂസ് ദ പ്രൊട്ടക്ഷൻ ദാറ്റ് ലോസ് പ്രൊവൈഡ്. അല്ലെ, ദളിറ്റ്സിന് കുറച്ച് നിയമങ്ങളുണ്ട്. അവര് ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ ഒരുപാട് നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങൾ അവരെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അങ്ങനെ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് അവർക്ക് വല്ല കാര്യവും ഉണ്ടോ, അല്ലെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ അംഗീകാരം കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഒരു സ്റ്റോറിയാണ്. The villagers of Chakmangalur are gearing up for a big festival. അവിടെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ്. Once in 5 years, the local deity is honored and priests from 20 neighboring villages come for this 5-day event. എന്താണ് അവിടെ ഡീറ്റി ഓണർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 5 വർഷത്തിലാണല്ലേ നടക്കുന്നത്. ആൻഡ് എന്താ അവിടുത്തെ ഇൻസിഡന്റിന്റെ പ്രത്യേകത? നിയർ ബൈ ആയിട്ടുള്ള 20 വില്ലേജസിലുള്ള പ്രീസ്റ്റുകളൊക്കെ അവിടെ ഗ്യാദർ ആവും. അപ്പൊ അത്രയും ഒരു ഓസ്പീഷ്യസ് ഫംഗ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ ആ ഓസ്പീഷ്യസ് ഫംഗ്ഷൻ എത്രത്തോളം ഓസ്പീഷ്യസ് ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. സോ the ceremony begins with a member of the Dalit community washing the feet of all the priests and then bathing in the water used for this. എന്തായിരുന്നു അവരുടെ സെറമണി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? 20ഓളം വില്ലേജസിലെ പ്രീസ്റ്റ് വരും. പ്രീസ്റ്റ് വരുന്ന സമയത്ത് ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ എന്ത് ചെയ്യണം? അവരുടെ കാല് കഴുകിയിട്ട് ആ കാല് കഴുകിയ വെള്ളം വെച്ചിട്ട് കുളിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സെറമണി എന്ന് പറയുന്നത്. സോ ഇൻ Chakmangalur, the person who performed this task belonged to Ratnam's family. ആ ഒരു വില്ലേജില് ആ ഒരു സെറമണിയില്
പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത് രത്നം എന്ന് പറയുന്ന ആളുടെ ഫാമിലിയിലായിരുന്നു. ആൻഡ് ഹിസ് ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ബോത്ത് പെർഫോം ദ സെയിം ടാസ്ക് ബിഫോർ ഹിം. അപ്പം രത്നം ചെയ്യുന്നതിന് മുമ്പ് ഈ കാല് കഴുകിയിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. Though they were never allowed to enter the temple, this ritual was viewed as a great honor bestowed on them on this special occasion. പക്ഷേ ഇവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല? ഇവർക്ക് ടെമ്പിളിൽ കയറാനൊന്നുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ടെമ്പിളിൽ കയറാൻ പറ്റില്ല, പക്ഷെ ഇവര് ഈ പ്രീസ്റ്റിന്റെ ഒക്കെ കാല് കഴുകിയിട്ട് ആ വെള്ളത്തിൽ കുളിക്കണം. അതാണ് അവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നൗ ഇറ്റ് വാസ് രത്നംസ് ടേൺ. ഇനി ഇത് ആരാണ് ചെയ്യേണ്ടത്? അച്ഛനും അച്ഛനും ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ആര് ചെയ്യണം? ഇത് രത്നം ചെയ്യണം. ആൻഡ് രത്നം വാസ് ഓൾ ഓഫ് 20 years studying engineering in a nearby college. അതായത് 20 വയസ്സ് മാത്രമുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരാളാണ്, എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. And he refused to perform the ritual. അദ്ദേഹം അത് ചെയ്യാൻ ഒരുങ്ങിയിട്ടില്ല. അല്ലെ, ഒരാളുടെ കാല് കഴുകി ആ കാല് കഴുകി അഴുക്കുള്ള വെള്ളം എടുത്തിട്ട് കുളിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു ഡേറ്റി ഓണർ എന്ന് പറയുന്നത് എന്തൊരു ശുദ്ധ മണ്ടത്തരാണെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. അല്ലെ, ശരിക്കും എന്തൊരു മണ്ടത്തരാണല്ലേ ഒരാൾ കാല് കഴുകിയ വെള്ളത്തിൽ വേറൊരാൾ കുളിക്കുക എന്ന് പറയുമ്പോൾ ആ കുളിച്ചതിന് എന്ത് ഫലമുള്ളതല്ലേ. He refused to perform the ritual and he said that he had no faith in this practice and that his family members were forced to perform this ritual because they were Dalit. അപ്പം അദ്ദേഹം ചെയ്തില്ല. രത്നം പറഞ്ഞു, എനിക്കത് ചെയ്യാൻ വയ്യ, പക്ഷെ ഫാമിലി മെമ്പേഴ്സ് അത് ചെയ്യണമെന്ന് ഫോഴ്സ് ചെയ്യാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ദളിതായിരുന്നു. ആൻഡ് രത്നംസ് refusal angered both the powerful caste in the village and some families from his own community. അപ്പം ഇവരെ ദളിത് ഫാമിലിയിൽ പെട്ട ആളാണ്, അതുപോലെ തന്നെ കുറച്ച് പവർഫുൾ കാസ്റ്റിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അല്ലെ, ഇത് ഞാൻ ചെയ്യില്ല എന്ന് ഒരു സൊസൈറ്റീന്റെ അടുത്ത് പറയാണ്. അവിടെ നിന്നിരുന്ന ഒരു സിസ്റ്റമാണ് ഇത്. ശരിയല്ല, ഇത് ശരിയായ സിസ്റ്റം അല്ല, ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് അവിടെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പോലും ദേഷ്യപ്പെടുകയാണ്. അല്ലെ, ഇത് ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് രത്നത്തിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. And the powerful caste were shocked that such a young boy had the guts to refuse. അല്ലെ, പവർഫുൾ കാസ്റ്റ് ശരിക്കും ഷോക്കായി പോയി. അല്ലെ, ഇത്രയും യങ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും സൗണ്ടില് ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഗട്ട്സിനെ അവര് ഷോക്കായിരിക്കുകയാണ്. And they believed that it was Ratnam's education which allowed him to imagine that he could start comparing himself with them. അപ്പം ഇങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണെന്നാണ് ഹയർ കാസ്റ്റിലുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്. രത്നം വെൽ എഡ്യൂക്കേറ്റഡ് ആണല്ലേ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് അയാളെ കൊണ്ട് ഇത് പറയിപ്പിച്ചതെന്നാണ് ഹയർ കാസ്റ്റിലുള്ള ആൾക്കാര് മനസ്സിലാക്കുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ്? Thus from Ratnam's own caste were fearful of angering the powerful. അല്ലെ, രത്നത്തിന്റെ കാസ്റ്റിൽ, രത്നം ബിലോങ്സ് ടു ദളിത് ഫാമിലി ആണ്. ആ കാസ്റ്റിലുള്ള ആൾക്കാർ പോലും ഈ ഹയർ കാസ്റ്റിലുള്ള ആൾക്കാരെ ദേഷ്യം പഠിപ്പിക്കുന്നത് വളരെ ഫിയർഫുൾ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് ദേഷ്യം വന്നു. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് many worked on their fields as daily wage laborers. അല്ലെ, ഹയർ കാസ്റ്റിലുള്ള ആൾക്കാരുടെ ഫീൽഡുകളിലാണ് ഈ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നത്. And if the dominant caste decided to not call them, then what would be they earn? How would they survive? അല്ലെ, ഇങ്ങനെ ഹയർ കാസ്റ്റിലുള്ള ആൾക്കാരെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യും ഇവര്? അല്ലെ, ഈ ഹയർ കാസ്റ്റിലുള്ള ആൾക്കാര് ഇനി ഇവരെ ജോലിക്ക് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? അല്ലെ, പൈസ വേണ്ടേ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവരെ എതിർത്ത് കഴിഞ്ഞാല് ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ ജീവിക്കും. അല്ലെ, ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. They also declared that the wrath of the local deity would strike them. അല്ലെ, if they refused to give in. അവരെന്താ പറയുന്നത്? ലോക്കൽ ഡീറ്റി എന്ത് ചെയ്യും? അവര് കോപം ഉണ്ടാവും. അല്ലെ, ദൈവകോപം ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെ, ദേവതയെ നമ്മൾ പ്രീതിപ്പെടുത്താണ് വേണ്ടത് എന്നൊക്കെ പറയും. രത്നം argued that given that not a single Dalit had ever entered the temple,
how could the deity be angry with them? അപ്പൊ രത്നം എന്താ പറയുന്നത്, നിങ്ങള് ദൈവകോപം ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ആരെങ്കിലും ഇതുവരെ അമ്പലത്തിൽ കയറിയിട്ടുണ്ടോ? അമ്പലത്തിൽ കയറാനുള്ള റൈറ്റ് അല്ലെങ്കിൽ അതിനുള്ള പവർ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ദൈവം, അമ്പലത്തിൽ നമ്മൾ കയറാതെ എങ്ങനെയാണ് ദൈവം നമ്മളോട് കോപിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ രത്നം പറയാണ്. And the powerful caste decided to teach Ratnam a lesson. His community was ordered to ostracize him and his family, and everyone was told that no one should speak or do any work for them or with them. അപ്പം ഹയർ കാസ്റ്റ് എന്ത് ചെയ്യാണ്, രത്നം ഫാമിലിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരും അല്ലെ അവരെ ഫാമിലിനെ ഒറ്റപ്പെടുത്തി ആരും അവരോട് മിണ്ടാൻ പാടില്ല, അവരോട് കൂട്ടുകൂടാൻ പാടില്ല, അവരുടെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടിയില്ല, അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെ, അവരെ ഒറ്റപ്പെടുത്തണം അല്ലെ. അവര് അതുവരെ പാലിച്ചു പോന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അവരെ ആ ഒരു ഫാമിലിനെ എന്ത് ചെയ്യാണ്, ഒറ്റപ്പെടുത്തുകയാണ്. One night, some men entered their part of the village and set his hut on fire. He managed to escape with his mother. Ratnam then went to file a case in the local police station under ഏത് ആക്ടാണ്, Scheduled Caste and the Scheduled Tribes Prevention of Atrocities Act 1989. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. അപ്പം രത്നം പോയിട്ട് ഈ ഒരു ലോക്കൽ പോലീസിന്റെ അടുത്ത് ഒരു കേസ് ഫയൽ ചെയ്യാണ്. ഏതാണ്, അണ്ടർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989, 1989 വലിയ ദൂരമൊന്നും ഇല്ല അല്ലെ. നമ്മളിപ്പോ ഒരു 10-30 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്, ഒരുപാട് കാലം മുമ്പുള്ള കാര്യമൊന്നുമല്ല. അപ്പം ആ ഒരു സമയത്ത് വന്നിട്ടുള്ള ആക്ട് രത്നം എന്ത് ചെയ്യാണ്, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാണ് പോലീസ് സ്റ്റേഷനിൽ. അതർ ദളിത് ഫാമിലീസ് still did not come out in his support as they were scared that a similar fate might await them if they spoke out. So ഇവര് രത്നത്തിന്റെ ഫാമിലിയില് ഹട്ടിന് തീ വെക്കുകയും അങ്ങനെ ആ ഒരു കാര്യത്തിന്റെ ബേസിസിൽ അവര് കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തപ്പം ബാക്കിയുള്ള ഫാമിലീസ് ഒന്നും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ബാക്കിയുള്ള ഫാമിലീസ് എന്ത് വിചാരിച്ചു, ഇതുപോലെ തന്നെ ഹയർ കാസ്റ്റ് ഇനി നമ്മുടെ വീടിനൊക്കെ തീയിടും അല്ലെ, അവർക്കൊരു പേടി ഉണ്ടാവും. അപ്പൊ അവരൊന്നും ഒരക്ഷരം പോലും തിരിച്ച് സംസാരിച്ചില്ല. The case was picked up by the local media that led to many journalists visiting the village. അപ്പം ഈ ഒരു ഇഷ്യൂ അല്ലെ, അതൊരു മീഡിയ പ്രാധാന്യമുള്ള ഒരു ഇഷ്യൂ ആണ് അല്ലെ. ഇന്ത്യ പോലെ ഒരു കൺട്രിയില് ഇങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് അല്ലെ, ജാതിയുടെ ബേസിസിൽ ഇങ്ങനെയൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മീഡിയ ശ്രദ്ധ വല്ലാതെ ആകർഷിക്കുക അല്ലെ. ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്കില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ എല്ലാ ആൾക്കാരും ഇടപെട്ടു. രത്നം വാസ് റിട്ടേൺ അബൌട്ട് ആസ് എ സിംബൽ ഓഫ് ദളിത് ആക്ഷൻ. ദ റിച്വൽ വാസ് കോൾഡ് ഓഫ് അല്ലെ. അപ്പം ആ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പം റിച്വൽ എന്തായി, റിച്വൽ കോൾഡ് ഓഫ്. ബട്ട് ഹിസ് ഫാമിലി വാസ് ഫോഴ്സ്ഡ് ടു മൂവ് ഔട്ട് as they continue to be ostracized by the powerful caste in the village. അപ്പം ആ ഒരു കസ്റ്റം അല്ലെ, ഇത്രയും മീഡിയ ഇത്രയും ഒരു ഇന്റർവെൻഷൻ ഉള്ളത് കാരണം ആ ഒരു സിസ്റ്റം നിന്നു. പക്ഷേ അവർക്ക് പിന്നെ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ആൾക്കാരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണ്. അപ്പൊ ഫാമിലിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, പുറത്തേക്ക് പോവേണ്ടി വന്നു. സോ ഇതാണ് രത്നത്തിന്റെ കഥ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു കഥ കേട്ടിട്ട്? വളരെ ഭീകരമാണ് അല്ലെ, നമ്മുടെ മനുഷ്യന്മാർക്ക് ഇടയിലുള്ള ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടായിരുന്നു പഠിച്ചത്. അവർക്ക് എഡ്യൂക്കേഷനിൽ എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷനിൽ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിൽ അല്ലെ, എംപ്ലോയ്മെന്റില് എന്തൊക്കെ അല്ലെ, കുറെ പോളിസീസ് ഉണ്ട്, അതുപോലെ തന്നെ നിയമങ്ങളുമുണ്ട്. 1989 ലോ നിങ്ങൾ ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്, നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.